ഡോക്ടർ അമർ ഫെറ്റിൽ, താങ്കൾ നേരത്തെ സംസാരിച്ചു വന്ന തുടരാമോ? ഈ വകഭേദങ്ങളൊക്കെ കൂടുതൽ രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ദീർഘകാലത്തേക്ക് അതിദുരിതം പിടിച്ചൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും എന്നാണോ ഇപ്പോൾ വിചാരിക്കേണ്ടത്? ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്കത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പോസിബിലിറ്റി ആയിട്ട് മനസ്സിൽ വെക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം കോവിഡ് പകരുന്ന രീതികൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു വന്നതാണ്. കോവിഡ് പകരുന്ന രീതികൾ നമുക്കറിയാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്രൗഡഡ് സ്ഥലങ്ങളും അടഞ്ഞ സ്ഥലങ്ങളും ഇടുങ്ങിയ സ്ഥലങ്ങളിലും ആൾക്കാർ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ വേരിയന്റ്, ഡെൽറ്റ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വേരിയന്റിന്റെ ഒരു പ്രത്യേകത, അതിന് പകർച്ചാ സാധ്യത കൂടുതലുണ്ട്. ഇങ്ങനെ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അതിനുശേഷം വന്നൊരു വേരിയന്റും അതിന് ചിലപ്പോൾ പകർച്ചാ സാധ്യത എത്രയാണുള്ളത് ചിലപ്പോൾ നേരത്തെ ഉള്ളവരെ തന്നെ കാണും. പക്ഷെ അതിന് കുറച്ചും കൂടെ കൂടുതൽ അസുഖം ഉണ്ടാക്കാം എന്നുള്ള ഒക്കെയാണ് അനുമാനങ്ങൾ, ആദ്യത്തെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള അനുമാനങ്ങൾ. അപ്പൊ ഇത് അങ്ങോട്ട് പോകുന്തോറും ഇങ്ങനെ പകർച്ചാശേഷിയുള്ള വൈറസുകൾ വന്ന് ചിലപ്പോൾ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാമിനകത്ത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ വരാം. ചിലപ്പോൾ അതേസമയം വൈറസ് വീര്യം കുറഞ്ഞ് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാത്ത വിധത്തിൽ പോകാം. ഇത് നമുക്ക് പ്രഡിക്ഷനിൽ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ ഞാൻ ഇന്ന് കണ്ട ഒരു കാഴ്ചയിലേക്ക് ഞാൻ ഞാൻ ഓർമ്മിക്കട്ടെ. അതായത് ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഷോപ്പിന്റെ അടുത്ത് ചെന്നു. ഒരു ചെറിയ കോപ്പറേറ്റീവ് സ്റ്റോറാണ്. അപ്പൊ അടഞ്ഞാണ് ഇരിക്കുന്നത്, ഡോറൊക്കെ അടഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉള്ളില് ചെറിയൊരു സ്ഥലത്തിനകത്ത് എനിക്ക് തോന്നുന്നു 10-30 ആൾ അതിനകത്ത് കാണും. അപ്പൊ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന എല്ലാവരും അതിനകത്ത് ഷോപ്പിംഗ് നടത്തുകയാണ്. അപ്പൊ അത് കാണിക്കുന്നത് നമ്മളിപ്പോ ഈ എന്തുകൊണ്ടാണ് ലോക്ക്ഡൌൺ പറയുന്നത്? ലോക്ക്ഡൌൺ എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ അടച്ചുപൂട്ടിയിടുന്നുള്ള അല്ല ലക്ഷ്യം. ലോക്ക്ഡൌണിന്റെ ലക്ഷ്യം ഈ സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. സ്വമേധയാ വിടുമ്പോൾ ആ സമ്പർക്കം ആരും നിയന്ത്രിക്കുന്നില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ ഉണ്ടായിട്ട് പോലും വളരെ പരിമിതമായ ജീവനക്കാരെ കൊണ്ട് വൻകിട ഓഫീസുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന ആൾക്കാർ അത്യാവശ്യം കൊണ്ടാണ് സ്ഥിതി, സമ്മതിച്ചു. പക്ഷെ ഈ വൈറസ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മിക്കലില്ല. ആ ക്രൗഡ് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടായിട്ട് ഇപ്പോൾ ആദ്യത്തെ 5 പേര് കയറി അവരിറങ്ങിയിട്ട് അടുത്ത ആളെ കയറ്റുക. അപ്പൊ ആ രീതിയിൽ സ്വന്തമായിട്ട് ഒരാൾ നിർത്തിയിലെ തന്നെ സ്വന്തമായി പുറത്ത് വെയിറ്റ് ചെയ്ത് ആ ഉള്ളിലുള്ള കുറച്ചു പേരെ ഇറങ്ങിക്കോട്ടെ എന്നിട്ട് പിന്നെ മേടിക്കാം എന്നാരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോ നമ്മൾക്ക് ഇത്രയും 1.5 കൊല്ലത്തെ പരിചയമുണ്ട്. ഇതിനെ കൊണ്ട് വരാവുന്ന ദോഷങ്ങൾ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയധികം കുടുംബങ്ങളിൽ മരണവും മറ്റു ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആണെങ്കിൽ പല സ്വന്തം അടുത്ത് പരിചയമുള്ളവരെങ്കിലും ഈ ദുരിതങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു ഇൻഡിവിജ്വൽ കെയർഫുൾ. അത് ഡോക്ടർ അമർ ഫെറ്റിൽ, അവിടെ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ കുറ്റം പറയുക എന്നതല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മറ്റൊരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം, അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കി ചോദിക്കുന്നതേ ഉള്ളൂ. അത് ബോധവൽക്കരണം സ്വാഭാവികമായിട്ടും അവരവരുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ രോഗത്തിനെതിരായിട്ടൊരു ബോധവൽക്കരണം നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ഒരുപക്ഷെ മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം ഈ രോഗത്തിനകത്തുകൂടെ, ഈ ഇടയിൽ കൂടെ ജീവിച്ചു പോകേണ്ടുന്ന ആളുകൾക്ക്, കേരളത്തിലെ മനുഷ്യർക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകണം ഇതിനിടയിലൂടെ എന്നൊരു യഥാർത്ഥ ബോധവൽക്കരണം നടത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ? അത് എനിക്ക് തോന്നാതെ ഞാൻ യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബോധവൽക്കരണം ഒരു രോഗം ആദ്യമായിട്ട് ആരും കേൾക്കാത്തൊന്നും വരുമ്പോഴേക്കും ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്വാഭാവികമായിട്ടും ആരോഗ്യ വകുപ്പ് ഇതിനെപ്പറ്റിയുള്ള അത്യാവശ്യ അറിവുകൾ കൊടുക്കുകയും അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ആദ്യം നടത്തുന്നു. പക്ഷെ ഇതിപ്പോ പുതിയതല്ല, 1.5 കൊല്ലമായി. അപ്പൊ ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്കാണ്. ഇപ്പൊ പത്രമാധ്യമങ്ങളും TV, റേഡിയോ മാധ്യമങ്ങൾ വളരെ മാതൃകാപരമായ രീതിയിൽ എല്ലാ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ സെൻസേഷണലിസം ഇല്ലാതെ വളരെയധികം ആൾക്കാരെ പഠിപ്പിക്കുന്ന രീതിയിലും ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു ഹ്യൂമൻ എലിമെന്റ് ആലോചിക്കേണ്ടതുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോൾ TV ചാനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആകാശവാണിയിൽ ഒരു ബുള്ളറ്റിനാവില്ല ഒരു ചർച്ചാ പരിപാടി ആയിക്കോട്ടെ, അപ്പൊ അവിടെ എല്ലാം നോളജ്, അറിവ് എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് പോകുന്നുണ്ട്. അത് വളരെ ഈസിയാണ് പോകാൻ. കാരണം കേട്ടിരിക്കുന്നവർക്ക് കുറച്ച് അറിവ് കിട്ടി. കോവിഡ് ഇങ്ങനെയാണ്, വകഭേദം വന്നു, വാക്സിൻ ഉണ്ട്, മുതലായ അറിവുകളെല്ലാം കിട്ടുന്നു. ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവബോധമാണ്, അല്ലെ ആറ്റിറ്റ്യൂഡ്. ഈ കേട്ട കാര്യങ്ങൾ എനിക്ക് പ്രസക്തമാണ്, എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ കുറെ കൂടെ പാടാണ്. അതിൽ കേൾക്കുന്ന ആളുടെ ബ്രെയിനും മനസ്സുമാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു ലിമിറ്റ് വരെ കൊടുക്കാം, സാച്ചുറേറ്റ് ചെയ്യാം. എത്ര സാച്ചുറേറ്റ് ചെയ്താലും ഈ കേൾക്കുന്ന ആളുടെ മനസ്സിനകത്താണ് ഇത് എനിക്ക് പ്രസക്തി ഉണ്ട് എന്നൊരു തീരുമാനം വരേണ്ടത്. അത് നമുക്ക് അടിച്ച് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. ഇതിനെ ബേസ് ചെയ്താണോ പ്രാക്ടീസ് മാറേണ്ടത്, പെരുമാറ്റം.
അപ്പൊ പെരുമാറ്റം വരുന്ന ആറ്റിറ്റ്യൂഡ് വന്നാൽ മാത്രമേ പ്രസക്തി ഉണ്ട് എന്ന് ഓർത്തിട്ട് നെക്സ്റ്റ് ടൈം കടയിൽ പോകുമ്പോൾ കടയിൽ അത്യാവശ്യം കയറാതിരിക്കുക, അല്ലെങ്കിൽ ചെന്നിട്ട് ഇറങ്ങുമ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക, ആരും നിർബന്ധിച്ചില്ലെങ്കിലും കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ക്രൗഡ് കുറഞ്ഞിട്ട് കയറുക. അതെ 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 ഡോക്ടർ അമർ ഫെറ്റ്ലിനോട് ചെറിയ ഇടവേളയിലേക്ക് പോകണോണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടത് അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് വരാം. അത് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്നാണ് നമുക്ക് ചർച്ച പുനരാരംഭിക്കേണ്ടി വരിക. അതായത് ഈ അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവന്റെ വിലയുള്ള അവബോധം നമ്മുടെ ഉള്ളിലേക്ക് ഈ കാര്യത്തെക്കുറിച്ച് എടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ദുരിത കാലത്തെ നമുക്ക് കടന്നു പോകാൻ സർക്കാരും മറ്റ് സംവിധാനങ്ങളും വേണ്ടതെല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെയും അവരവർ ഈ കാര്യങ്ങളെ ആ നിലയ്ക്ക് ഉള്ളിലേക്ക് എടുത്താൽ മാത്രമേ അപകടമില്ലാതെ കടക്കാൻ പറ്റൂ എന്നാണ് അതിൻ്റെ ആകെ തുക. ഞാൻ വളരെ പെട്ടെന്ന് വരാം 3 അതിഥികളിലേക്കും ഇടവേള.